ഞാൻ ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം. ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്, നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നിനും തോന്നാത്തൊരു സമയമായിരുന്നു എനിക്ക്. ഒരു രാത്രി എനിക്ക് തോന്നി, ചിലപ്പോ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്ന ഞാൻ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയി ഫീൽ ചെയ്തേക്കാം. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനും തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ടോ, നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ടോ, നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ട്. എന്തായാലും ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയത്തേയില്ല. ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ലോകത്ത് എവിടെയും വെച്ച് ഗബ്രി കണ്ടിട്ടില്ലാത്ത പോലെയാണ് പല ഇന്റർവ്യൂകളിലും. ഓക്കെ, ജാസ്മിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യം ഞാൻ മൊത്തത്തിൽ വെച്ചു തരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. കർമ്മ എന്ന സംഗതി എത്ര പെട്ടെന്നല്ലേ തിരിച്ചടിക്കുന്നത്. ഞാൻ ഇന്ന് വന്നത് ജാസ്മിനെ കുറ്റം പറയാനോ ഗബ്രിയെ കുറ്റം പറയാനോ ഒന്നുമല്ല. അതായത് ഞങ്ങളൊക്കെ അന്ന് ജാസ്മിനോട് പറഞ്ഞൊരു കാര്യമാണ്, മോളെ ജാസ്മിനെ, നീ വൃത്തികേടൊക്കെ ചെയ്തോ, ഞങ്ങൾ ചെയ്യേണ്ട ഒന്നും പറയുന്നില്ല, പക്ഷേ അതിനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണ്ട. അതായത് ജാസ്മിൻ്റെ വ്ളോഗ് തന്നെ ഞാൻ നിങ്ങളും കാണുന്നതാണ്. ഇന്ന് ഞാനും ഗബ്രിയും ഇവിടെയാണ് മുറിയെടുത്തത്. അങ്ങനെ എന്തൊക്കെയോ കാര്യമാണ് ജാസ്മിൻ അവളുടെ റീച്ചിന് വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മോളെ ജാസ്മിനെ സീക്രട്ടായിട്ട് വെക്കണം. എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത്? ജാസ്മിൻ്റെ ബാപ്പ ആ ഒരു സമയത്ത് പുറത്തിറങ്ങി നടന്നത് എത്ര മാത്രം വിഷമിച്ചിട്ടാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, ഞാനൊരു കുഞ്ഞു കാര്യം കൂടി പറയാം. ഇത് ഇഷ്ടപ്പെട്ടവർ, അതായത് ഗബ്രിയുടെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. ഗബ്രി ഇപ്പോൾ ജാസ്മിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കാര്യം, ഈ ബ്രേക്കപ്പ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ പേര് കമന്റ് ഇടുന്നത് ഉസ്താദിന് എന്തിന്റെ കേടുന്നാണ്, ഉസ്താദ് എന്തിന് ഇടപെടുന്നു, ഉസ്താദിന്റെ പണി നോക്കിക്കൂടെ എന്നാണ് കമന്റ് ഇടുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മതപരമായിട്ടാണ് ഉസ്താദ് പറയുന്നത് ഞാൻ വെച്ചു തരാം. എനിക്ക് പേഴ്സണലി അത് കേട്ടിട്ട് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഉസ്താദ് പറയുന്നത് ശരിയെന്ന് തോന്നുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ജാസ്മിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പെട്ടെന്നൊന്ന് കേൾക്കാം. നമുക്കൊരു 3-3.5 മാസം കൊണ്ടൊക്കെ ഒരാളിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവാൻ പറ്റുമോ? ഒരാൾ നമ്മളെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം. ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്താലും ഐ ഫീൽ നം. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്, എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ കരയുന്നില്ല. ഭയങ്കര എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുക, എനിക്ക് ഒന്നും ചെയ്യാനില്ല. എപ്പോഴും ഉറങ്ങി തീർക്കുമ്പോൾ തന്നെ ഞാൻ എനിക്കൊന്നും ചിന്തിക്കാനില്ലല്ലോ എന്നുള്ളൊരു ഫീല്. നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നിനും തോന്നാത്തൊരു സമയമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട്, ഇവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ. എനിക്ക് തോന്നി, ഞാൻ ഈ പറയുന്ന വ്യക്തി എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നാൽ എനിക്ക് ചിലപ്പം ആ ഒരു ബോണ്ട് ഉണ്ടാവാനോ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ വിചാരിച്ചു, വേണ്ട, നമുക്ക് ഇത് വേണ്ട, സെറ്റാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി എനിക്ക് തോന്നി, ചിലപ്പോൾ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്ന ഞാൻ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയി ഫീൽ ചെയ്തേക്കാം. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനും തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ മേ ബി നിന്റെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഇത് കൊണ്ടുവന്നേക്കാം. ഓക്കെ, ജാസ്മിൻ ജാഫർ ഇത് ഗബ്രിക്ക് കൊള്ളാൻ വേണ്ടി പറഞ്ഞത് എന്ന് സാധാരണ അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഇത് പറയുന്നത് വേറെ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്, പക്ഷേ കൊള്ളേണ്ട ആൾക്ക്, ഗബ്രിക്ക് കൊള്ളാൻ വേണ്ടി പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. അതിന് താഴെ അങ്ങനെയാണ് കമന്റ് വരുന്നത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ഗബ്രി വിഷയത്തിലേക്ക് കടക്കാം. എന്താടാ ഗബ്രി, നാണമുണ്ടോ? അതായത് ഞാൻ ഗബ്രിയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയാം. ഗബ്രി എന്ന് പറയുന്നവന് നല്ല രീതിക്ക് നെഗറ്റീവായതിനെ പോസിറ്റീവാക്കാൻ വേണ്ടി മാത്രം ജാസ്മിനെ മുതലെടുത്തു നമുക്ക് പറയാം. ഇപ്പൊ നോക്കൂ, ഇപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല ഗബ്രി ജാസ്മിനെ. വല്ലാത്ത കഷ്ടം തന്നെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പെൺകുട്ടി ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അതും നന്നായിട്ട് കേൾക്കാം. എന്തായാലും ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയത്തേയില്ല. ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ലോകത്ത് എവിടെയും വെച്ച് ഗബ്രി കണ്ടിട്ടില്ലാത്ത പോലെയാണ് പല ഇന്റർവ്യൂകളിലും ഇരുന്ന് ഘോരം വാദിക്കുന്നത്. ഐ ആം സ്റ്റിൽ സിംഗിൾ, ഐ ആം ലുക്കിംഗ് ഫോർ ഗേൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും
ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ കിടന്ന് ഒന്നും കാഴ്ച വെച്ചിട്ടില്ലെന്ന്. ഇതിൽ ഞാൻ മാത്രം ബാച്ചുലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still. Okay. ഷൈൻ ടോം ചാക്കോ പോലും ഞെട്ടിപ്പോയി. സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഗേൾസ് എന്ന് ഷൈൻ പോലും എടുത്ത് ചോദിക്കുകയാണ്. കാരണം അതുപോലെയാണ് ഇവർ രണ്ടുപേരും കൂടെ പബ്ലിക്കിന്റെ മുമ്പിൽ കാട്ടിക്കൂട്ടിയ ഒരു പ്രഹസനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, ഷൈൻ ടോം ചാക്കോ വിചാരിച്ചത് ജാസ്മിനും ഗബ്രിയും വിവാഹം കഴിച്ചവരെന്നാണ്. അല്ല, ഈ കേരളത്തിൽ ഒരു ഏകദേശം 30% വരുന്ന എല്ലാവരും വിചാരിച്ചത് അവർ കപ്പിൾസ് ആണ്, അവർ രണ്ടുപേരും വിവാഹം കഴിച്ചവരെന്നാണ്. അങ്ങനെയല്ലേ നടന്നത്? ഒരു കുഞ്ഞു കാര്യം കൂടി ജാസ്മിനോട് പറയാം. ജാസ്മിനെ, നമ്മുടെ ലൈഫിൽ സീക്രട്ട് എന്ന് പറയുന്ന ഒരു സാധനം വേണം. എന്ത് ചെയ്താലും അത് പബ്ലിക്കിന് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നീ അനുഭവിക്കുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ് ജാസ്മിന്റെ അവസ്ഥ. അതായത് ഞാനും ഗബ്രിയും ഇന്ന് ഇവിടെയാണ് റൂം എടുത്തത്, ഞാനും ഗബ്രിയും ഇന്ന് ഇന്ന സ്ഥലത്താണ് ഒരുമിച്ച് നിന്നത് എന്ന്. എന്താ അല്ലേ? ആ സമയത്തൊക്കെ ഞാനൊക്കെ പറഞ്ഞ ജാസ്മിനെ നീ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഞങ്ങളെ കുറ്റം പറഞ്ഞ എത്രയോ പേര് പറഞ്ഞു, ഗബ്രി പൊന്നുപോലെ ജാസ്മിനെ നോക്കും, നീ ആരങ്ങനെ പറയാനെന്നൊക്കെ. ഇപ്പൊ എന്തായി? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ബാക്കിയും കൂടി കേൾക്കാം. ബ്രേക്കപ്പുകളോ പ്രണയമോ സൗഹൃദമോ ഒന്നും തെറ്റല്ല. പക്ഷെ ഓരോ ജീവിതത്തിന് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന് ഒരു ക്ലോഷർ വീടുമ്പോൾ അത് ക്ലോസ് ആയി എന്ന് ഒരു പ്രതിബദ്ധത ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ, ലൈംലൈറ്റിൽ നിൽക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കണം. കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് ഉടലെടുത്ത ആ ഒരു സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന നിർവചിക്കാൻ പറ്റാത്ത ആ ബന്ധം മുമ്പോട്ട് പല രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്നത് നമ്മൾ കണ്ടതാണ്. തായ്ലൻഡ്, റഷ്യ, അങ്ങനെ നിങ്ങൾ എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സൗഹൃദമല്ല, എന്നാൽ പ്രണയമല്ല, ഇതിന്റെ ഇടയിലുള്ള എന്തോ ആണെന്നാണ് നിങ്ങൾ തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വൈ ഗബ്രി വന്ന് ജാസ്മിനെ കണ്ടിട്ടേ ഇല്ല, അറിയത്തേ ഇല്ല, തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ ഷൈനോട് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി പഴയതൊക്കെ എല്ലാവരും മറന്നു എന്നാണ് ഗബ്രി വിചാരിക്കുന്നതെങ്കിൽ, ഗബ്രിയോട് ഒരു കാര്യം പറയാം മോനെ, ഗബ്രി ഒരിക്കലും ആരും മറക്കത്തില്ല. അതായത് ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്നത് അരിഞ്ഞാടുന്ന ഒരു സീസൺ അല്ലേ? കെട്ടിപ്പിടി, ഉമ്മ, എന്തൊക്കെയാ നമ്മൾ കണ്ടത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ഗബ്രിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും. ഫ്ലാഷ് ബാക്ക്. ഞാനെന്തോടാ നിന്റെ ഭാര്യയോ? അല്ല, കുളിക്കാൻ പോയി എന്നെ വിളിച്ചിരുത്തി അടുത്തിരുത്തി വന്ന് സംസാരിച്ച കയ്യിൽ ഉമ്മയൊക്കെ തന്ന് കുളിക്കാൻ വിടും. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും. ഇന്നലെ കടിയായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസ് ആണ് നമുക്ക് വരുന്ന ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യണത്. ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളെ കുറിച്ചും അല്ലെങ്കിൽ ആ ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഹ്യൂമൻ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ ഗബ്രി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ നിന്റെ ഭാര്യയാണോടെ എന്ന് സൗഹൃദത്തിൽ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ ചോദിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഞാനോ നിങ്ങളോ ആരോ അല്ല, ഈ ഗബ്രി തന്നെയാണ്. ഒന്നുമല്ല കേട്ടോ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും ഇവർ ഇതുപോലെയുള്ള റീലുകള്, പോസ്റ്റുകള്, ക്യാപ്ഷനുകള് പങ്കുവച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇതിന്റെ സൗഹൃദം മാത്രമാണെന്നോ ഇതിന്റെ സഹോദരീനെ പോലെയാണെന്നോ ഒരു സുഹൃത്താണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല രണ്ടുപേരും. എന്നിട്ട് ഇപ്പോൾ ജാസ്മിനെ ലോകത്തെവിടെയും വെച്ച് കണ്ടിട്ടില്ലാത്ത പോലെ കൈ കഴുകി അങ്ങ് ഒഴിയാൻ നോക്കുകയാണ് ഗബ്രിമോൻ. ഓക്കെ, ഉസ്താദിന്റെ പ്രസംഗത്തിലേക്കൊക്കെ നമുക്ക് അടുക്കാം. ഒരു കാര്യം പറയാം, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഇവരാണ് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും പിരിയത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഗബ്രി ഇന്റർവ്യൂയിലൂടെ ചിരിക്കുകയാണ്. ജാസ്മിനും ഒന്നുമല്ല എന്ന് ഗബ്രി പറയുകയാണ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഗബ്രി മുമ്പ് ചെയ്തത് എന്തായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാനൊക്കെ കുറെ പേര് ഒരുപാട് നാൾ നടന്നൊക്കെയാണ്. പക്ഷെ ആ ഡെഫിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോ I am extremely grateful for her. I'm extremely grateful for Jasmine in my life. I'm extremely grateful for her. She's something special for me. എന്നൊക്കെ ബർത്ത്ഡേ ദിവസം ജാസ്മിന്റെ ഗിഫ്റ്റുകൾ കയ്യിൽ വച്ചുകൊണ്ട്
ഘോരം മൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിച്ചത് ഞാനോ നിങ്ങളോ ആരോ ഇല്ല, നമ്മുടെ ഈ ഗബ്രിമോൻ തന്നെയാണ്. അന്ന് ഷുഗർ ഫിൽസിന്റെ വലിയ മിഠായി പാക്കറ്റുകളും വിലപിടിപ്പുള്ള വാച്ചുകളും അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സും ഒക്കെ കണ്ടപ്പോൾ എന്താ പറയാ മതി മറന്നു പോയി വിളിച്ചു കൂവിയതായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കിടക്കും. നാളെ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു വ്യക്തിനെ പരിചയമേ ഇല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വന്നിരുന്ന് സംസാരിക്കാൻ നിന്നാൽ ഓരോരോ ട്രോളുകളായിട്ട് ഓരോരോ റിയാക്ഷൻസ് ആയിട്ട് ഇതൊക്കെ പൊങ്ങി പൊങ്ങി വരും എന്ന് ഇനിയെങ്കിലും ഗബ്രി മനസ്സിലാക്കണം. ബിഗ് ബോസിനകത്ത് വെച്ച് മനസ്സുകൊണ്ട് അടുപ്പമുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ചിരുന്നാൽ കുറെ നാൾ ഒരുമിച്ച് ചെലവഴിച്ചാൽ ഹ്യൂമൻ ബോഡി അതിന് പ്രതികരിക്കും. ഹ്യൂമൻ ബോഡി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൈ പിടിക്കാനോ അല്ലെങ്കിൽ ഹഗ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഗബ്രി സ്വന്തം ആക്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്താല്ലേ. ഓക്കെ, നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ജാസ്മിൻ ജാഫറിന് പുതിയൊരു ചെക്കൻ റെഡിയായിന്ന്. ചെക്കൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല, പേരെന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ നമുക്ക് എന്തായാലും ജാസ്മിൻ സ്പ്രേനെ കുറിച്ചിട്ട്, പെർഫ്യൂമിനെ കുറിച്ചിട്ട്, പെർഫ്യൂം ഹറാമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഉസ്താദിന്റെ പ്രസംഗമുണ്ട്, അത് വെച്ച് തരാം. ഓക്കെ, ഞാൻ പെർഫ്യൂം അടിക്കാറില്ല. ഞാൻ പെർഫ്യൂം അടിക്കാറില്ല. ഞങ്ങൾക്ക് സ്പ്രേ അടിച്ചുവിടാം, സ്ത്രീകൾക്ക് സ്പ്രേ അടിച്ചുവിടാം. അടിക്കുന്നവരുണ്ട്, ഞാൻ അടിക്കാറില്ല. എന്നെ അങ്ങനെ വലിയ പാടയൊന്നുമില്ല. അത്ര ഞാൻ കുളിക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും ഊതോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ട്? ഇല്ല, അത്ര യൂസ് ചെയ്യത്തില്ല, ഒന്നും യൂസ് ചെയ്യത്തില്ല. മുന്നൊക്കെ എനിക്കൊരു സ്പ്രേ വാങ്ങി തന്നതുകൊണ്ട് അത് അതുപോലെ വീട്ടിലിരിപ്പുണ്ട്, ഞാൻ ഉപയോഗിക്കും. മുന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടി ഞാനത് പരിചയപ്പെടുത്താം. ജാസ്മിന്റെ കല്യാണം നിശ്ചയിച്ച എക്സ് ബോയ് ഫ്രണ്ട് ആണ്, എക്സ് ഫിയാൻസി ആണെന്നൊക്കെ പറയാം. എന്തായാലും ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം സ്ത്രീകൾക്ക് പെർഫ്യൂം ഉപയോഗിച്ചുകൂടാ, ആ ഒരു വിശ്വാസം ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ജാസ്മിന്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതേ ജാസ്മിൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഓക്കെ, ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ പറഞ്ഞത് പെർഫ്യൂം ഹറാമാണെന്നൊക്കെയാണ്. അതിനുശേഷം ജാസ്മിൻ ചെയ്തതെന്താണ്, എല്ലാം ഹലാലായതാണ്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റാണ്. ജാസ്മിൻ ജാഫറിൻ്റെ പുതിയ കാമുകൻ മുഹമ്മദ് മുനവ്വർ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നത്. പക്ഷേ മുഹമ്മദ് മുനവ്വർ ആരെന്ന് ഞാൻ കുറേ അന്വേഷിച്ച് എനിക്ക് പേഴ്സണലി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാരെന്ന് അറിഞ്ഞാൽ ഉടനെ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ, നമ്മുടെ സിറാജുദ്ദീൻ കാസിമി ഇത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് ഒരു പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഇത്തിരി വിവാദമാണ്. ഉസ്താദ് പറയുന്നത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യണം. ആ ഒരു പ്രസംഗം കേൾക്കണം. ഓക്കെ, തിന്മ കണ്ടാൽ തിരുത്തുന്ന, നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കാരണം എന്തെന്നറിയുവോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോപ്പിച്ച് കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് അല്ലാഹുവേ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവരുടെ നടത്തവും അവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ സംഭവിച്ചത്? എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്തെല്ലാം പീക്കൂത്തുകളാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അല്ലാഹുവേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ലജ്ജയുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ
ഇന്ന് പടച്ചവനെ എന്റെ സഹോദരിമാര് പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള്? 15ഉം 20ഉം വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പെങ്ങളെ 15 വയസ്സുകാരിക്ക് പക്വതയെത്തിയില്ല. ഈ 40 തികഞ്ഞ കിളവിയായ നിനക്കിനി എന്ന് പക്വതയെത്താരാ? 40 തികഞ്ഞ ഉമ്മ 18 വയസ്സുകാരിയായ 20 വയസ്സുകാരിയായ മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മയാട്. അല്ലാഹുവേ, തന്റെ പൊന്നാര മക്കള് തോന്നിവാസം കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, എന്തിനാ മോള് നിനക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്നത് പറയുന്നവൻ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളി, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? അതൊരു പുണ്യമായ വസ്ത്രമല്ലേ? അത് ആയിഷ ബീവി ധരിച്ചതല്ലേ? അത് ഖദീജ ബീവി ധരിച്ചതല്ലേ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ ഘട്ടമായ ഫാത്തിമ ബീവി ധരിച്ചതല്ലേ? ഒരുപാട് മഹദികൾ ധരിച്ച ഫർദയല്ലേ മോളെ? എന്തിനാ അതിട്ടുകൊണ്ട് നീ ഈ പണി കാണിക്കുന്നത്? നിനക്കതൊന്ന് ഊരിയിട്ടുകൂടെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ആരെയും മറന്നുപോയി. അല്ലാഹുവിനെ മറന്നു, റസൂലുള്ളാഹിനെ മറന്നു, വാപ്പയെ മറന്നു, ഉമ്മയെ മറന്നു, ഗുരുനാഥനെ മറന്നു, എല്ലാവരെയും മറന്നു. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ എന്തിനെന്റെ പ്രിയമുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാൽ പടച്ചവരെ തന്റെ കണ്ണിന്റെ മുന്നിൽ ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, വാപ്പയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, തന്നെ പോലെ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളിരിക്കുന്നുണ്ട്. ഇതെല്ലാവരും മുന്നിലിരിക്കുമ്പോഴും മുസ്ലിമായ കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഇങ്ങനെ കഴിയുന്നടി നിനക്കിങ്ങനെ കാണിക്കാറ് ആരിരുന്നാലും നാണമില്ല. അവന് ലജ്ജയുണ്ട്, അവന് ലജ്ജയുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിന് ലജ്ജയില്ല. അവനൊടിഞ്ഞു മാറിയാലും വിടില്ല. അവന്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ തന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ട്. നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ട്. നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ട്. നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു ദിവസം നിനക്ക് വരുമ്പോ നീ ഇവരെ എല്ലാവരെയും വിളിക്കണം മോളെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നിന്റെ കൂടെ എല്ലാവരുമുണ്ട്. പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ فكشفنا عنك غطاءك فبصرك اليوم حديد. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് മനിയായികളും ഇറങ്ങി വരും. അവർ പറയും കൊണ്ടുപോകാമെന്നതാടി, നിന്നെ റൂഹ് പിടിക്കാമെന്നതാണ്. വിളിച്ച് കൊടി പിടിച്ചവര്, പ്രോത്സാഹനം തന്നവര്, കൂടെ നടന്നവര്, സൈർ ചെയ്തവര്, നിനക്ക് ലൈക്ക് തന്നവര്, എല്ലാവരെയും വിളിക്കില്ല. പടച്ചവനെ ആ മരണത്തിന്റെ രംഗമിങ്ങനെ കടന്നു വരുമ്പോ അവരുകൾ പറയുന്നു, കല്ല ഇതാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ് വമന്ന അന്നഹുൽ ഫിറാഖ്.
والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ പറയുന്ന ദിവസം ആര് വരുമടി നിന്നെ രക്ഷിക്കാൻ? ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരാ നിനക്ക് വരുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ ഇന്നിങ്ങനെ നടക്കുമ്പോ അമ്മ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഓന്തോടിയാൽ എവിടെ വരെ ഓടും പെണ്ണ്, നീ പോയാൽ എവിടെ വരെ പോകുമടി? ഈ ഓട്ടത്തിനൊരവസാനമുണ്ട്. അല്ല പറയുകയാ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാൽ ഒരു ദിവസം നീ എന്റെ മുന്നിൽ തിരിച്ചു വരുമടി. നീ എവിടെ പോയാൽ നാളെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, ഇന്നെല്ലാ ഫ്രണ്ട്ഷിപ്പാണ്. ഇവന്റെ കയ്യിൽ പിടിച്ചാലും കുറ്റം പറയാ പാടില്ല. കൂട്ടുകാരാണ് പെങ്ങളെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറഞ്ഞത്. അല്ല വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അടുക്കല്ലേ. അവന്റെ കയ്യിൽ പിടിക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കാണുന്നത് വ്യഭിചാരമാണ്. അവനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. അവൻ പറയുന്നത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. ഇത് വ്യഭിചാരമാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ് പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, അഹങ്കാരം കുറയ്ക്ക് പെണ്ണേ, ഒന്ന് താഴെ ഇറങ്ങടി പൊന്നുമോളെ. 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം ഈ 18 വയസ്സിന് നീ ചെയ്തില്ലേ പൊന്നുമോള്? 20 വയസ്സുള്ള 25 വയസ്സുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നിന്റെ ഉമ്മയുടെ ഉമ്മ 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിച്ചവരാ. നിന്റെ അടുക്കൽ എത്രയോ പ്രായം ചെന്ന ഉമ്മ ഇരിപ്പുണ്ട്. ആ ഉമ്മ 60 കൊല്ലം കൊണ്ട് ചെയ്യാത്ത പാപം മോളെ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്ത് കളഞ്ഞില്ലേടി. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്തിക്കൂടെ? യുവത്വത്തോടെ എനിക്ക് പറയാറുള്ളത് എന്റെ പെങ്ങന്മാരോട്. ഓക്കെ പോലും പ്രേക്ഷകരെ, ഉസ്താദ് പറയുന്നത് ഇങ്ങനെയാണ്. ഉസ്താദ് പറഞ്ഞത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നി ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ബൈ.